ഹലോ, ഇത് നമ്മളുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ലോങ് വീഡിയോയുടെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് കുറച്ച് കവായ് സപ്ലൈസ് ആയാലോ വിചാരിച്ചത്. അതാകുമ്പോൾ വലിയ പണിയില്ലല്ലോ. സിമ്പിൾ ആൻഡ് ലവബിൾ ആയാൽ മതി, ഒരു ഫിക്സ്ഡ് കളറോ അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് സ്റ്റിക്കർ സ്റ്റാമ്പ്സ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് വാട്ടർ കളറാണ്. വാട്ടർ കളർ പെൻസിൽ കളർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ അവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആക്രിലിക് കളറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഇതുപോലെ ഒന്ന് റൗണ്ട്സ് വരച്ചെടുക്കുക. റൗണ്ട്സ് വരയ്ക്കുന്ന സിമ്പിളായ മെത്തേഡ് അറിയാലോ. ബോട്ടിലിൻ്റെ ടോപ്പ് വെച്ചിട്ട് ഒന്ന് റൗണ്ട്സ് വരച്ചിട്ട് കളർ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ അതിന് മടി വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ വേഗം പണി കഴിഞ്ഞ് കിട്ടും. എന്നിട്ട് ഡ്രൈ ആയതിനു ശേഷം ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് വരച്ച് കൊടുക്കാം. സിമ്പിളാവണമെന്നേ ഉള്ളൂ. ഫ്ലവേഴ്സോ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ കുറച്ച് ബുക്സോ പെൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും വരച്ച് കൊടുക്കാം. സിമ്പിളായിട്ട് വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ബാക്കിയുള്ളതൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിക്കറിൻ്റെ പണി കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് കട്ട് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഡബിൾ സൈഡ് ടാപ്പ് പൊട്ടിച്ച് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് വാഷി ടൈപ്സ് ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി പേപ്പർ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സിമ്പിളായിട്ടുള്ള പിക്ചേഴ്സ് അതിൽ വരച്ചു കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ സിമ്പിളായിട്ടുള്ള പിക്ചേഴ്സ് അതിൽ വരച്ചു കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ സിഗ്സാഗ്, ഫ്ലവേഴ്സ്, ക്ലൗഡ്സ്, നമുക്ക് ഇഷ്ടമുള്ള പറ്റുന്ന സിമ്പിളായിട്ടുള്ള പിക്ചേഴ്സ് വരച്ചു കൊടുക്കുക. ഏതായാലും ഇതിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. കുറച്ച് ഫ്ലവേഴ്സും ലീവ്സും ക്ലൗഡ്സ് അങ്ങനെ കുറച്ച് സിമ്പിളായിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ വരച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മളുടെ വാഷി ടേപ്പ് റെഡി ആയി കഴിഞ്ഞു. ഇതുപോലെ റോൾ ചെയ്ത് വെച്ചാലും യൂസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. നെക്സ്റ്റ് നമുക്ക് കുറച്ച് പാറ്റേൺ പേപ്പർ ഉണ്ടാക്കിയാലോ. ഇതുപോലെ പേപ്പേഴ്സ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിലിതുപോലെ ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കുക. വേറെ ഞാൻ വാട്ടർ കളറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ എളുപ്പം സ്കെച്ചും സ്കെയിലും യൂസ് ചെയ്തിട്ടാണ്. അത് പെട്ടെന്ന് പരിപാടി അവസാനിപ്പിക്കാം. വാട്ടർ കളർ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് പണിയുണ്ട്. കാരണം ലൈൻസ് മേ ബി പ്രോപ്പറായിട്ട് കിട്ടണമെന്നില്ല. പക്ഷേ ഇതൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ വാട്ടർ കളർ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതുപോലെ ബാക്കിയുള്ള എല്ലാതും നമ്മൾ വരച്ചെടുക്കാം. ഇത് സ്പീഡിൽ കാണുന്ന പോയിട്ട് പതുക്കെ ഞാൻ വരച്ചെടുത്തതാണ്. അറ്റ് ലാസ്റ്റ് പാറ്റേൺ പേപ്പറിൻ്റെ പണി കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് കുറച്ച് വാഷി ലേബിൾസ് ഉണ്ടാക്കിയാലോ. ലേബിൾസ് നമുക്ക് കേർവ്ഡ് ഷേപ്പിൽ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുള്ളൂ. ഇതുപോലെ ഇഷ്ടമുള്ള കളേഴ്സിൽ അപ്ലൈ കൊടുക്കുക. ഒന്ന് ഡ്രൈ ആയതിനു ശേഷം കുറച്ച് പിക്ചേഴ്സ് വരും അതിൽ സിമ്പിളായിട്ട് വരച്ചു കൊടുക്കുക. ഞാനിവിടെ സ്കെച്ച് യൂസ് ചെയ്തിട്ടാണ് പിക്ചേഴ്സൊക്കെ വരച്ചിട്ടുള്ളത്. പിൻട്രസ്റ്റിലൊക്കെ നോക്കി നല്ല ഐഡിയാസ് കിട്ടും കേട്ടോ. ഇത് ഞാൻ സിമ്പിളായിട്ട് ചെയ്തുകൊണ്ട് വലിയ കുമ്മൊന്നുമില്ല എൻ്റെ ഐഡിയ. ഓക്കെ, ഞങ്ങളത് സെറ്റായി. നെക്സ്റ്റ് നമുക്ക് കുറച്ച് പോളറോയിഡ്സ് ഉണ്ടാക്കിയെടുക്കാം. പോളറോയിഡ്സ് എല്ലാവർക്കും അറിയാമല്ലോ. ജേണൽ ചെയ്യുമ്പോൾ മെയിനായി നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ. ഇതുപോലെ റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഉള്ളിൽ കളർ ഫില്ല് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഔട്ടറിൽ മാത്രം കളർ ഫില്ല് ചെയ്ത് കൊടുത്താലും മതി. പോളറോയിഡ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കതിന് ഒരു ബോർഡർ ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കാം. ഞാൻ സ്കെച്ച് യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ ബോർഡർ ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ പോളറോയിഡ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെ ബാക്കി എല്ലാതും ഒന്ന് വരച്ചെടുത്താൽ നമ്മൾ പോളറോയിഡ്സും കഴിഞ്ഞു. ഇതേ നമ്മൾ ഈസി ആയിട്ടുള്ള പോളറോയിഡ്സ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ്. ഇതൊരിക്കലെങ്കിലും ചെയ്യാത്ത ആരും ഉണ്ടാവില്ല. ഒന്നെങ്കിൽ വരയ്ക്കാൻ നല്ലോണം അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് നോക്കി വരച്ചാലും മതി. അല്ലെങ്കിൽ നമ്മളുടെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് ടാബിൽ ബ്രൈറ്റ്നസ് കൂട്ടി വെച്ചിട്ട് പിക്ചേഴ്സ് ഇങ്ങനെ പേപ്പറിലേക്ക് കോപ്പി ചെയ്യുക. പിന്നെ നമ്മളുടെ വക ഇഷ്ടമുള്ള കളേഴ്സൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് റെഡി കഴിഞ്ഞു. ഇനി നമുക്ക് അതൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ ഡബിൾ സൈഡ് ടാപ്പ് സ്റ്റിക്ക് ചെയ്താൽ യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഇനി നമ്മളുടെ ഈസി ആൻഡ് ക്യൂട്ടായിട്ടുള്ള കവായ് സ്റ്റിക്കേഴ്സ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റിൽ ഫൈനലൈസ് ചെയ്യുന്നത് ലേബിൾസ് ആണ്. ഇതുപോലെ സിമ്പിളായിട്ട് ക്ലൗഡ്സിൻ്റെ ഷേപ്പിലോ റൗണ്ട്സിലോ റെക്റ്റാങ്കുലർ ഷേപ്പിലോ ഇഷ്ടമുള്ള ഷേപ്പിൽ
ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ട് അതിനുള്ളിൽ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ തന്നെ ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിൻട്രസ്റ്റിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ഒരു പാറ്റേൺ ജസ്റ്റ് ഫോളോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്ത് ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് യൂസ് ചെയ്യാം.